നമസ്കാരം. ഞാനിപ്പോൾ ഇന്ന് ചേന തോരൻ, സാധാരണ തോരൻ ഉണ്ടാക്കണ മാതിരി തന്നെ ചേന നല്ലൊരു, നമുക്കൊക്കെ ഈ മെനോപ്പോസ് പ്രീമെനോപ്പോസ് പ്രത്യേകിച്ച് ലേഡീസിന് നല്ലതാണെന്നാണ് ഡോക്ടേഴ്സ് പറയണത്, ചേന സോയ ഒക്കെ. അപ്പോൾ ചേന മാക്സിമം നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചേന അരിശ്ശേരി വയ്ക്കാം, ചേന മുളകീഷ്യം എല്ലാം വയ്ക്കാം. അതിൻ്റെ കൂടെ ചേന തോരൻ, ചേന വെറുതെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. ചേന, ഉള്ളി, ഞാനിപ്പോൾ കരിവേപ്പില ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കരിവേപ്പില ഇടണം, അപ്പോഴാണ് ഒരു ടേസ്റ്റ്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ആദ്യം കടായി വെച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചിട്ട് ആവശ്യത്തിന് കടുക് ഇടുക. ഇടുന്ന സമയത്ത് ഉഴുന്ന് പരിപ്പിട്ടു. പിന്നെ നമ്മൾ മുളക് പൊടി സിമ്മിൽ വെക്കണം കേട്ടോ. നമ്മൾ മുളക് പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി കുറച്ച്, അതിന് വേണ്ട ഉപ്പ്. എണ്ണയിലിട്ടത് ഒന്നൊരു പച്ചച്ചോയ പോട്ടെ പറഞ്ഞിട്ടാ, സിമ്മിൽ വെക്കണം കേട്ടോ. നമ്മുടെ ചേന മുറിച്ചത്, ചേനയും ഉള്ളിയും കൂടി മുറിച്ചത് ഇട്ടു. കറിവേപ്പിലിട്ടു. പിന്നെ വെള്ളം, അതിന് ആവശ്യത്തിനുള്ള വെള്ളം, മുങ്ങണമാതിരി വെള്ളം എടുക്കണം. ഓക്കെ, അധികം വേവണ്ടാതെ ഞാൻ കുക്കറിലൊന്നും ഇടില്ല. ചേന ഞാൻ മെഴുക്ക് പുരട്ടി ഇതൊക്കെ നമ്മൾ പാത്രത്തിൽ തന്നെ വയ്ക്കും. എരിശ്ശേരിയോ വല്ലതുമാണെങ്കിൽ പരിപ്പിൻ്റെ കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കും. ഇത് കുട്ടി കുട്ടിയായി മുറിച്ചത് കൊണ്ട് നമുക്ക് വേവും. ഇപ്പോൾ അടച്ചു വെച്ചാൽ മതി ഇളക്കിയിട്ട്. ഓക്കെ, എന്നിട്ട് പിന്നെ നമ്മൾ തേങ്ങയും വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ചിടും. ഉള്ളിയും വെളുത്തുള്ളിയൊന്നും കൂട്ടാത്തവരാണെങ്കിൽ ഇതൊക്കെ അവോയ്ഡ് ചെയ്ത് ഉണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് തേങ്ങ അധികം ഇട്ടാൽ മതി. ഓക്കെ, അടച്ചു വെച്ച് സിമ്മിൽ മെല്ലെ ആവട്ടെ, വെള്ളം വറ്റുന്നവരെ. അതിന് ശേഷം നമുക്ക് തേങ്ങയും വെളുത്തുള്ളിയും ചതച്ചിടാം. കൂട്ടാൻ ഞാൻ ഉണ്ടാക്കുന്നത് ചീര അരിശ്ശേരി. ചീര അരിശ്ശേരിക്ക് ഞാനൊരു ചെറിയൊരു ടേസ്റ്റ് വരാനുള്ള ഒരു ടിപ്സ് പറഞ്ഞുതരാം. വെളിച്ചെണ്ണയും നെയ്യും കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് കടുക് വറുത്തിടും. കടുകും ഉള്ളിയും അടിപൊളിയായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയിലൊരു ടിപ്സ് പറഞ്ഞതാണ്. എന്താണെന്ന് വെച്ചാൽ പരിപ്പല്ലേ, പരിപ്പിൽ നെയ്യ് ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ്. വെളിച്ചെണ്ണയും നെയ്യും കൂടി, ഞാൻ ആ ചേനയുടെ അല്ല കേട്ടോ, ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് ടിപ്സ് കേട്ടോ. ഇത് ഇങ്ങനെ വറുത്തിട്ട് നോക്കൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും ചീര അരിശ്ശേരിക്ക്. ഓക്കെ, അപ്പം ചേന നമ്മളിപ്പോൾ തേങ്ങയും ഇട്ടു. തേങ്ങയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് കേട്ടോ. ഞാനൊരു മൂടി തേങ്ങ, നമുക്ക് എത്രയുണ്ട് ക്വാണ്ടിറ്റി അതിനനുസരിച്ചിട്ട് തേങ്ങയും ഒരു 3 ചെറിയ വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ചിട്ടു. ഉപ്പേരി റെഡി, ചേന ഉപ്പേരി. എല്ലാവരും ഉണ്ടാക്കി നോക്കും, ബിഗിനേഴ്സിനൊക്കെ എളുപ്പമായിട്ടുള്ള ഉപ്പേരി അത്, തോരനെന്നും പറയും. ഓക്കെ, എല്ലാവരും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്. ഉപ്പേരി റെഡി, ചേന തോരൻ. അപ്പോൾ ഇന്ന് ചോറ് ഞാനൊരു ടിപ്സ് പറഞ്ഞു തന്നില്ലേ, ചീര അരിശ്ശേരിക്ക് വറുത്തിട്ടുണ്ടത്. വെളിച്ചെണ്ണയും നെയ്യും കൂടിയിട്ടിട്ട് കടുകും ഉള്ളിയും പിന്നെ ഇഞ്ചിപ്പുളി, നല്ലൊരു ഊണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ചേന ഉപ്പേരി ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഈ ടിപ്സ് പറഞ്ഞതും ചെയ്തു നോക്കൂ ചീര അരിശ്ശേരിയിൽ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു സോ മച്ച്. ഈ കോമ്പിനേഷൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഓക്കേ.